ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചൊവ്വാഴ്ചയാണ്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 6:38. അപ്പോൾ നമ്മൾ ഓൺലൈനിലായിട്ടില്ല. യൂബർ മാത്രമേ ഇപ്പോൾ ഓൺലൈനാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓൺലൈനാകട്ടെ. ഫോട്ടോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സെൽഫി എടുത്തിട്ടുണ്ട്. യൂബർ ഓൺലൈൻ ആയിട്ടുണ്ട്. എന്തൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുണ്ടന്നൂർക്ക് പോയി കിടക്കാം കേട്ടോ. കുണ്ടന്നൂർ ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയി കിടക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ട്രിപ്പ് ലഭിച്ചേക്കാണ് കേട്ടോ. ശാസ്ത്രിനാഥനാണ്, ഒരു കിരണാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നിരവത്രോട് ഓക്കെ, നമുക്ക് ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. കിരണാണ് ബുക്ക് ചെയ്തേക്കുന്നത്. പോക്കറ്റിൽ കിടക്കുകയായിരുന്നു. കറക്റ്റായിട്ട് എങ്ങോട്ടാണെന്ന് നോക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്പോട്ടിൽ വന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം കംപ്ലീറ്റ് ആയിട്ടാ. നമുക്ക് ലഭിച്ചത് 155 രൂപയാണ്. 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. നമുക്ക് സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മളുള്ളത് ഹോളിഡേ ഹോട്ടലിന്റെ പുറകിലായിരുന്നു ഡ്രോപ്പ്. അപ്പൊ അതിന്റെ റോഡിലോട്ട് ഇറങ്ങി വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് ലഭിക്കുന്ന വരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. രാവിലെയൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് റൈറ്റിലേക്ക് പോവാം. റൈറ്റ് കയറ്റി നിർത്താം. അതായത് ഇതിന്റെ പുറകിൽ ഒതുക്കാം. ഓക്കെ, നമ്മളപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇതിൽ കിട്ടിയത് നമുക്ക് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ നമ്മൾ ഓടിയിട്ടില്ല കേട്ടോ. ഇതാണ് 6.94 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 230 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. 155 രൂപ നമുക്ക് ലഭിച്ചു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മളുള്ള ചക്കരപ്പറമ്പിലാണ് കേട്ടോ. ചക്കരപ്പറമ്പ് ഹോളിഡേന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് വട്ടെ. നമുക്ക് തന്നെ ഇവിടുന്ന് ട്രിപ്പ് ലഭിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഹോളിഡേ ഹോട്ടലിന്റെ അവിടെ കിടക്കായിരുന്നു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ലഭിച്ചു. ഒരു ആള് പുറത്തിറങ്ങിയപ്പോണ്ട്, രാജേഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ആളവിടെ റെഡിയായി നിൽപ്പുണ്ട്. അപ്പൊ ആളെ നമുക്ക് പിക്ക് ചെയ്യാം കേട്ടോ. അവിടെ ചക്കരപ്പറമ്പ്. ഓക്കെ, ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയി. അത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു കേട്ടോ. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആളെ ഇറക്കി നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. നമുക്ക് കിട്ടിയത് 163 രൂപയാണ് കേട്ടോ. 163 രൂപയാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ നമ്മള് ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടല്ലോ, കൊച്ചി നഗരസഭയുടെ ഒരു ഇതുണ്ട്, ഷീ ലോഡ്ജിന്റെ അവിടെ ചെറിയൊരു അത്യാവശ്യം നല്ല ഇതാണ്. അപ്പൊ അവിടെയൊക്കെ റേറ്റും കുറവുണ്ട്, നല്ല ഫുഡും കിട്ടും കേട്ടോ. അപ്പൊ അവിടെ കയറി ചായ കുടിക്കാം. ഇനി അടുത്ത് ചായ കുടി കഴിഞ്ഞിട്ട് ഇപ്പൊ 7:30 അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മള് സുനേന്ദ്ര ഹോസ്പിറ്റലിന്റെ അവിടെ വന്ന് നടക്കാം കേട്ടോ. നോർത്തിന്റെ അവിടെ നിന്ന് നമുക്ക് ട്രിപ്പ് ലഭിക്കാത്തതുകൊണ്ട് നമ്മൾ സുനേന്ദ്ര ഹോസ്പിറ്റലിന്റെ തൊട്ടിപ്പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് രാവിലെ 2 ട്രിപ്പ് ലഭിച്ചു. 2 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു രക്ഷയില്ലാന്ന് തോന്നുന്നു. ഇത്രയും നേരമായിട്ടൊന്നും അടിച്ചില്ല. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഒരു 107 രൂപയുടെ ചെറിയ ട്രിപ്പാട്ടാ.
എന്തായാലും നമ്മളത് എടുത്തു. അപ്പൊ നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതേ എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. എനർജി റോഡ്. ഓക്കെ, അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. നമുക്ക് ലഭിച്ച 102 രൂപയാണ്. 2 കിലോമീറ്റർ പോകാനായിരുന്നു കേട്ടാ. അപ്പൊ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മള് കലൂരിന്ന് കത്രക്കട റൂട്ടിലോട്ട് കയറി കിടക്കാന്ന് വിചാരിച്ചു. എന്താണ് ഒരു സുഖമില്ലാത്ത ട്രിപ്പാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത ട്രിപ്പ് വരുമോ നോക്കാം. അപ്പൊ നമ്മൾക്ക് ലഭിച്ചേക്കുന്നത് 102 രൂപയാണ് കേട്ടോ. 102.54 പൈസയാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രിപ്പ് വരട്ടെ. നമുക്കപ്പോ ഇവിടുന്ന് ഒരു ട്രിപ്പ് ലഭിച്ചു. നമ്മള് കത്തിക്കട റൂട്ടിൽ കിടക്കാണ്. അവിടുന്ന് ലിസി ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് അടുത്ത പിക്കപ്പ് ലഭിച്ചേക്കുന്നത്. പള്ളിക്കരയ്ക്കാണ് കേട്ടോ. ഒരു 359 രൂപയുടെ ഒരു ട്രിപ്പാണ്. ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതൊന്നും ലഭിച്ചില്ല, ട്രിപ്പൊന്നും ലഭിച്ചില്ല കേട്ടോ. അപ്പൊ നമ്മള് പതുക്കെ പള്ളിക്കര അടുത്തോട്ട് പോവാണ്. പള്ളിക്കര പോയി കിടക്കാം. നമുക്ക് ഇവിടെ കിടന്നപ്പോ ഒരു അരമണിക്കൂറായി. ഇവിടെ നിന്ന് നമുക്ക് ട്രിപ്പൊന്നും ലഭിച്ചില്ല. ഒരു റഡാർ അടിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചു കേട്ടാ. 2.5 കിലോമീറ്റർ അപ്പുറന്നാണ് നമ്മള് പോകുന്ന വഴിക്കാണ്. നമുക്ക് അങ്ങോട്ടാണ് പോകണ്ട കേട്ടാ. നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് പോകുന്നു. നമ്മൾ ആദ്യം കിടന്ന ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ട്രിപ്പ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ കിടന്നാൽ മതിയായിരുന്നു. അവിടുന്ന് ട്രിപ്പ് ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് പള്ളിക്കരയ്ക്ക് പോകുന്നത്. അവിടുന്ന് നീങ്ങി കുറച്ച് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് വന്നു. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ ട്രിപ്പ് ഒരു അശ്വതിയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അശ്വതി അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അശ്വതിനെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആ ട്രിപ്പും അപ്പൊ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോ പെരിങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കളമശ്ശേരിയാണ് കേട്ടോ. കളമശ്ശേരിക്കുള്ള ഇതാണ്. അപ്പൊ ഏതായാലും നമുക്ക് കളമശ്ശേരിയിലോട്ട് പോവാം. ഇവിടെ എന്നാ എനിക്ക് കളമശ്ശേരി ഇച്ചിരി ഉള്ളേരിയാണ് കേട്ടോ. ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഏതായാലും നമുക്ക് കളമശ്ശേരിയിലോട്ട് പോവാം. ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ആ ട്രിപ്പ് 14 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 14 കിലോമീറ്റർ 360 രൂപയാണ് ക്യാഷ് കളക്റ്റഡ് കാണിച്ചത്. നമുക്ക് 264 രൂപ ലഭിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പൊ സമയം 11:55. അപ്പൊ നമ്മള് 1028 രൂപ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് കളമശ്ശേരിയിലോട്ട് അടുത്ത് നിൽക്കാം. കളമശ്ശേരി അടുക്ക ചെന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങോട്ടാന്ന് അറിയില്ല, ട്രിപ്പ് അടിക്കും. നമുക്ക് ഇച്ചിരി അങ്ങോട്ട് അടുത്ത് നിൽക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ലഭിച്ചില്ല കേട്ടോ. നമ്മളിപ്പോ കളമശ്ശേരി വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് പതുക്കെ എടുത്തുകൊണ്ട് പോകാം. എവിടെ ചെന്നാ ട്രിപ്പ് കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടാ. ഏതായാലും നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം, ഒരു രക്ഷയില്ല. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോണം. കാക്കനാട് ഏരിയയിലോട്ട് തന്നെ പോകാം അല്ലേ. കാക്കനാട് വഴി പോവാം. എന്തെങ്കിലും കിട്ടാതിരിക്കുകയല്ല.
അപ്പൊ നമുക്ക് ഇവിടുത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടിച്ചേക്കാണ് കേട്ടോ. ഇവിടുന്ന് അടുത്താണ് ഒരു ബിനിൽ 300 മീറ്റർ ഉള്ളു കേട്ടോ. അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടെയാണുള്ളത്. നമ്മുടെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ലഭിച്ചത് നമ്മുടെ 6ാമത്തെ ട്രിപ്പാണ്. നമുക്ക് ലഭിച്ചത് 261 രൂപയാണ് കേട്ടോ. 300 രൂപയായിരുന്നു ക്യാഷ് കളക്റ്റഡ്. 261 രൂപ നമുക്ക് ലഭിച്ചു. അപ്പൊ നമ്മൾ 6ാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. 7ാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കാരണം ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അത് ടെസ്റ്റിന് കയറ്റിയിട്ടുണ്ട്. അപ്പൊ അത് എടുത്തോണ്ട് വരാൻ, അത് കഴിഞ്ഞ് കിടക്കാന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ആവശ്യത്തിനായിട്ട് പോണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിപ്പോ നമ്മള് 12 വരെ ഓടിയിട്ടുള്ളൂ കേട്ടോ. 12 വരെ ഓടിയിട്ടുള്ളൂ. നമ്മൾ മരടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. ഓക്കെ.